പ്രതിപക്ഷം പറയുന്നു സിൽവർ ലൈൻ അതിവേഗ റെയിൽ പദ്ധതി മുഖ്യമന്ത്രിയും സർക്കാരും ഉപേക്ഷിച്ചെന്ന്. പക്ഷേ മുഖ്യമന്ത്രിയും സർക്കാരും പറയുന്നു ഉപേക്ഷിച്ചിട്ടില്ലെന്ന്. ആര് പറയുന്നത് ശരി? ഉത്തരം എളുപ്പമാണ്. മുഖ്യമന്ത്രി പറയുന്നത് ശരി. മൂന്നാം മോദി സർക്കാരിൻ്റെ ഒന്നാം കേന്ദ്ര ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ഇത് നടപ്പാക്കാൻ കേരള സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന ശുഭവാർത്തയാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടെത്താൻ 4 മണിക്കൂർ കൊണ്ട് കഴിയുന്ന അതിവേഗ റെയിൽ പദ്ധതിയാണ് കേരള സർക്കാർ അവതരിപ്പിച്ച സിൽവർ ലൈൻ. മോദി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കേരള സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സർക്കാരിൻ്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസിനെയാണ്. വരുന്ന മോദി സർക്കാരിൻ്റെ ആദ്യത്തെ ബഡ്ജറ്റിൽ തന്നെ അത് ഉൾപ്പെടുത്താനുള്ള ശ്രമമാണ് കെ.വി. തോമസ് നടത്തുന്നത്. അതിനുള്ള കൂടിക്കാഴ്ചകൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം സിൽവർ ലൈൻ പദ്ധതി കേരളത്തിന് ആവശ്യമില്ലെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറയുന്നത്. നിലവിലെ റെയിൽപാതയ്ക്ക് സമാന്തരമായി 2 ലൈനുകൾ കൂടി നിർമ്മിക്കാൻ കേന്ദ്രം തയ്യാറാണ് പോലും. ഒരു വ്യക്തി എന്ന നിലയിലാണ് റെയിൽ കേരളത്തിന് ആവശ്യമില്ലാത്ത പദ്ധതിയാണെന്ന് പറയുന്നത്. ഒരു പ്രളയത്തിൻ്റെ അനുഭവം നമ്മുടെ മുന്നിൽ ഉണ്ടാകണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തിന് വന്ദേ ഭാരത് അനുവദിച്ച് കിട്ടിയപ്പോഴും സുരേഷ് ഗോപി റെയിലിനെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു. വന്ദേ ഭാരത് വന്നതോടെ ജനങ്ങളുടെ നെഞ്ചത്തടിച്ച മഞ്ഞക്കല്ലുകൾ തുലഞ്ഞെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ കമൻറ്റുകൾ. അല്ലെങ്കിലും എന്നും സംഘികൾ കേരളത്തിൻ്റെ വികസനത്തിനെതിരാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്ന വി മുരളീധരനാണ് ഈ പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർത്തത്. ഇക്കാര്യത്തിൽ കോൺഗ്രസും BJPയോടൊപ്പമായിരുന്നു. അവർ 2 കൂട്ടരും ഒരുമിച്ചാണ് ഈ ജനകീയ പദ്ധതിയെ എതിർത്തത്. അതുകൊണ്ട് സുരേഷ് ഗോപി പറയുന്നതിലൊന്നും അത്ര കാര്യമാക്കണ്ട. അധികാരഭ്രമം അദ്ദേഹത്തെ ബാധിച്ച ഭൂതമാണ്. എന്ത് പൊട്ടത്തരവും വിളിച്ചു പറയും.